അറിയുമോ? നാട്ടിൽ പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ വണ്ടിയിൽ കയറിക്കൊണ്ട് പോയിട്ട് മസറയിൽ ഉള്ളിൽ പോകും. ഉള്ളിൽ പോയിട്ട് വണ്ടിയും താഴെ ഇറക്കും. താഴെ ഇറക്കിയിട്ട് ഒരു ചവിട്ടി താഴെ ഇട്ടിട്ട് പെടലിൽ കാല് വെച്ചിട്ട് ചോദിക്കും, നിനക്ക് നാട്ടിൽ പോകണം, നിന്റെ ജീവിതം വേണോ? ആ ബാത്റൂമിൽ കയറി നമുക്ക് മൂത്രം പോലെ ഒഴിക്കാൻ തോന്നത്തില്ല. അത്ര സിറ്റുവേഷൻ ആ ബാത്റൂം. ആ ബാത്റൂമിൽ നിന്ന് വെള്ളം ഞാൻ കുടിച്ചിട്ടാണ് എൻ്റെ വിശപ്പ്. ഞാൻ കരഞ്ഞിട്ട് വീണ്ടും ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്ക് ചെന്ന് ഇടിക്കുന്നത് ഒരു മുള്ളുവേലി ഇങ്ങനെ ക്രോസ് ആയിട്ട് നിന്നിട്ട് എൻ്റെ നെഞ്ചിൻ്റെ ഇവിടുന്ന് ഇവിടം വരെ കയറിപ്പോയി ബ്ലഡ്. അതായത് നമുക്ക് ആ ഉള്ളിലത്തെ എൻ്റെ വെള്ള മാംസം കാണാനിട്ട് ഞാൻ അന്ന് കരഞ്ഞ് ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ആരാ ഉള്ളേ? ഞാൻ അന്നേരം എൻ്റെ ഉമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ, വാപ്പ, എൻ്റെ ഭാര്യ, നമുക്ക് അതൊക്കെ കാണുമ്പോഴല്ലോ എന്താ പറയാ, നമുക്കത്. അപ്പോൾ ഒരു ദിവസം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഒന്നും ഇവർ വരില്ല. വെള്ളിയാഴ്ച അവധി, ഓഫ് ഡേ ആയതുകൊണ്ട് ഇവർ പുറത്തൊക്കെ കറങ്ങാൻ പോകും. അപ്പോൾ ആ ഒരു മൈൻഡിൽ ഞാൻ ഇവരെ, അപ്പം ഏകദേശം ഒരു 5 മാസത്തോളമായി, ആ ഒരു മൈൻഡിൽ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ വിളിച്ച്, ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തിയും മുട്ടക്കറിയും വെച്ചേക്കാം, നീ വരണേന്ന് വിളിച്ചു. കാരണം ചപ്പാത്തി മുട്ടക്കറിയൊക്കെ നാട്ടി വെച്ച് കഴിച്ചതാണ്. വരാൻ നേരത്ത് ഞാൻ കഴിച്ചിട്ടില്ല. ആകെ കൂടി പിന്നെ കിട്ടുന്നത് ഈ ഖാദർ എന്ന് പറയുന്ന ആൾ വല്ലപ്പോഴും വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച ഇരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുതരുന്ന മാത്രമേ കഴിക്കുക. അല്ലാത്തപ്പോൾ മൊത്തവും കഞ്ഞിയും ഇതും തന്നെ. ഒട്ടകത്തിന് കൊടുക്കുന്ന കുബൂസ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഒടിച്ചാൽ വിറക് പോലെ, അത് കൊണ്ടുപോയി നമ്മൾ വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് അടുപ്പിൽ വെച്ച് നമ്മൾ ചൂടാക്കും. എന്നിട്ട് അതേ നമുക്ക് കഴിക്കാൻ അനുവാദമുള്ളൂ. അവരതേ നമുക്ക് തരൂ, ഒട്ടകത്തിന് എടുക്കുന്ന ഫുഡ്. കാരണം ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആളല്ലേ, അതുമായിട്ട് ഇടപഴകിയിട്ട് ലൈഫ് സ്റ്റൈൽ തന്നെ എൻ്റെ ആ ഒട്ടകമായിട്ട് ഇടപഴകി പോയി. കാരണം ഒട്ടകത്തിനോടെ സംസാരിക്കുന്നത്, നമ്മൾ ഒട്ടകത്തിനോടെ സംസാരിക്കുക, നീ എന്താ അങ്ങനെ കാണിക്കുന്നത്, നമ്മൾ അത്രയ്ക്ക് അതുമായിട്ട് അങ്ങ് ഇതായിപ്പോയി. എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഭാഷ മറന്നെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഞാൻ എന്നെ തന്നെ മറന്നു. ഒട്ടകത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെയുള്ള ജീവിതമായിപ്പോയി. ഭക്ഷണം കൊടുത്തിട്ട് അവിടെ പോയി ഇങ്ങനെ കുത്തിയിരിക്കും. അപ്പം അപ്പോഴത്തേക്ക് താടിയും മുടിയൊക്കെ വളർന്ന് ഒരുമാതിരി വിരൂപനെ പോലെ ആയിരുന്നു. അപ്പം 2 ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്. 2 ഡ്രസ്സും എക്സാക്ട്. അതായത് ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം ഇത് തന്നെ. അതായത് ഞാൻ അനുഭവിച്ചത് എന്താണോ അത് തന്നെ. പൃഥ്വിരാജിൻ്റെ ആ ഒരു സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് ചെയ്യുന്ന വേഷങ്ങൾ കണ്ടിട്ട് എന്നെയാണ് എനിക്കത് കാണാൻ പറ്റിയത്. അപ്പോൾ നജീബിക്ക അനുഭവിച്ചിട്ടൊന്നും ഒരു അക്കൗണ്ട് വെച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവത്തില്ല. കാരണം എനിക്ക് വർഷങ്ങളോളം അനുഭവിച്ചു. ഞാൻ ഏകദേശം ഒരു 9 മാസത്തോളം ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചത് 9 മാസം, അത് 9 വർഷത്തെ ഒരു അനുഭവമായിരുന്നു. പിന്നെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള കാരണം ഈ ഖാദർകാക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടിൽ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ദൂതനെ പോലെ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞൊരവസ്ഥ അവിടെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ആ പുള്ളിക്കാരൻ മുഖാന്തരമാണ് എൻ്റെ മറ്റുള്ള 2 സുഹൃത്തുക്കൾ റിയാദിലുണ്ടായിരുന്നു. ഞാൻ നിന്നത് ദമാമിൽ അൽനാരി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ദമാമിൽ നിന്ന് 300 കിലോമീറ്റർ ഉള്ളിലായിരുന്നു ഞാൻ നിന്ന് തോട്ടവും മസറയൊക്കെ. അപ്പം ഈ പുള്ളിക്കാരനാണ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി എനിക്ക് ഒരുക്കി തന്നതും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ 2 പേര്, ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. ഞാൻ ഒരു ദിവസം വിളിച്ച്, ഈ പുള്ളിക്കാരൻ ഫോൺ കൊണ്ട്, നിനക്ക് വേറെ ആരെങ്കിലും വിളിക്കണമെന്ന് വെച്ചാൽ എനിക്ക് നാട്ടിൽ വിളിക്കണ്ട, എനിക്ക് ഇന്നൊരു നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ച് തരാൻ പറഞ്ഞു. എനിക്ക് വിളിച്ചു. അപ്പം അവൻ ഏത് സ്ഥലത്താണെന്നോ, റിയാദ് എവിടെയാണെന്നോ, ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പം പുള്ളിക്കാരൻ വിളിച്ച് സംസാരിച്ചു. ഇതിപ്പം ആ പുള്ളിക്കാരൻ സ്ഥലം അറിയാവുന്നതുകൊണ്ട്, ഈ ഖാദർ എന്ന് പറയുന്ന ആൾക്ക് സ്ഥലം അറിയാവുന്നത് കൊണ്ട് വിളിച്ച് സംസാരിച്ചപ്പം ദമാമിൽ അൽനാരി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, ഞാൻ വിളിച്ച ആള് റിയാദിലുണ്ടെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 800-700 കിലോമീറ്റർ അടുത്തേണ്ട അന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. അത്രയും കിലോമീറ്റർ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നെ അവിടെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ അവിടെ തന്നെ സെറ്റിലാണ്. എൻ്റെ മൈൻഡിൽ മൊത്തം ഞാൻ അവിടെ തന്നെ, ഒട്ടകവും ജീവിതവും മസറയും തോട്ടവും ആയിട്ടുള്ള ജീവിതമാണ് എൻ്റെ. അങ്ങനെ ഒരു കണക്കൂട്ടിൽ ഞാൻ നാളുകൾ ഇങ്ങനെ കഴിച്ചുകൂട്ടി. പിന്നെ ഞാനറിയാതെ തന്നെ ഈ ഖാദർകാക്കായും എൻ്റെ സുഹൃത്തുക്കളും തമ്മിൽ ഖാദർകാക്കായി കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നെ അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗത്തിൽ. അപ്പം എൻ്റെ കഫീൽ ഇടയ്ക്ക് വരും. തോട്ടത്തിൽ സവാളയൊന്നും കറക്റ്റായിട്ട് പറിച്ചില്ലെങ്കിൽ അന്നേരം അടിയാണ്. കറക്റ്റായിട്ട് ഒട്ടകത്തിന് തീറ്റ കൊടുത്തില്ലല്ലോ, അല്ലെങ്കിൽ കൊടുക്കുന്ന തീറ്റ ശകലം താഴെ പോയാലോ, ഇതിൻ്റെ മേത്ത് സൈസ് അഴുക്കൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് പ്രത്യേകിച്ച് കളഞ്ഞില്ലെങ്കിൽ സ്പോട്ടിൽ അടിച്ച്. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് ഞാൻ പാത്തത് നോക്കും. ചപ്പാത്തി കഴിക്കാൻ പോയ കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല എനിക്ക്. അപ്പോൾ ഈ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററോളം ഞാൻ പോകണം. ഞാൻ പറഞ്ഞില്ല ഏകദേശം 3 കിലോമീറ്റർ ഉണ്ടെന്ന്. അപ്പം ഒരു ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് ഇവർ പുറത്ത് പോയ സമയത്ത് വല്ലപ്പോഴേ വരുത്തുള്ളൂ ഈ എൻ്റെ കഫീലൊക്കെ. വന്നാൽ തന്നെ മകനെ വരുത്തുള്ളൂ. ഈ എൻ്റെ സ്പോൺസർ ഇച്ചിരി പ്രായമുള്ള ആളുടെ എപ്പോഴും വരത്തില്ല. അങ്ങനെ ചപ്പാത്തി കഴിക്കാൻ വേണ്ടി പോയി, ഓടി. ചപ്പാത്തി നടക്കാൻ പറ്റത്തില്ല, നടന്നാലും ഓടിയാലും എത്തിത്തീരില്ല. വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് ചവിട്ടുന്നതിലൂടെ പുതമണ്ണി ചവിട്ടി കഴിഞ്ഞാൽ താഴ്ന്നത് നമുക്ക് സ്പീഡ് എടുത്തില്ല. അപ്പം കഫീൽ എപ്പോഴെങ്കിലും വരുമോ എന്നുള്ള ടെൻഡൻസി എനിക്ക് ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര സ്പീഡിലാണ് ഓടി ചെന്ന് ലാസ്റ്റ് അവരുടെ വേലി എടുത്ത് ചെന്നു. വേലി എന്ന് പറഞ്ഞാൽ മുള്ളുവേലിയാണ്. ആ മുള്ളുവേലി കടന്നിട്ട് വേണം ഇവരുടെ റൂമിലെടുത്തിട്ട് പോകാൻ.
ഈ കോഴിക്കൂടിൻ്റെ അടുത്ത് മുള്ളുവേലി ചാടി ചാടി ഞാൻ ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഓടുക. വീണ്ടും ഓടിയപ്പോഴത്തേക്ക് നമുക്ക് കാണുന്നില്ല, ഫുള്ള് ബ്ലൈൻഡാ, ഇരുട്ടാണ് അവിടെ. അപ്പം വീണ്ടും ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്ക് ചെന്ന് ഇടിക്കുന്നത് ഒരു മുള്ളുവേലി ഇങ്ങനെ ക്രോസ് ആയിട്ട് നിന്നിട്ട് എൻ്റെ നെഞ്ചിൻ്റെ ഇവിടുന്ന് ഇവിടം വരെ കയറിപ്പോയി ബ്ലഡ്. അതായത് നമുക്ക് ആ ഉള്ളിലത്തെ എൻ്റെ വെള്ള മാംസം കാണാമായിരുന്നു. എനിക്ക് അന്നേരം ഒന്നും അറിയുന്നില്ല, കാരണം ഇടിച്ചിട്ട് നീറുന്നുണ്ട്. കാരണം ഞാൻ അത്രയും 3 കിലോമീറ്ററോളം നടന്ന് ഓടി വിയർത്തിട്ട് ഭയങ്കര നീറ്റല്, മുറിഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല, ഷർട്ട് കീറി. അപ്പം ഫുള്ള് നൈറ്റ് രാത്രിയിലായതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഓടി ഓടി അവിടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എന്താണ് നമ്മളെല്ലാം പിച്ചാത്തിക്കൊണ്ട് കുത്തത്തില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ ഉമാരെന്നെ ഞെട്ടിപ്പോയി. നീ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അങ്ങോട്ട് വന്നപ്പോൾ തട്ടിയതാണ്. അമ്മ ഊരി നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ നെഞ്ചുത്തുനിന്ന് ഇവിടുന്ന് ഇവിടം വരെ ഏകദേശം ഒരു 4-5 ഇഞ്ചോളം ഉണ്ട്. അത് മുള്ളിലെ കമ്പി കൊണ്ടിട്ട് കീറിയിട്ട് ഉള്ളിലെ വെള്ള മാംസമൊക്കെ കാണാമായിരുന്നു. ലാസ്റ്റ് അവന്മാർ തന്നെ തോർത്തുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് ആ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നിർത്തി. ആ ഐസ് ക്യൂബ് വെച്ച് കെട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊരു ഞാൻ കിതയ്ക്കുക. അമ്മ എൻ്റെ തലയിൽ ഐസ് കയറി വെച്ച് തരുന്നു. എന്നെ ഈ കിതപ്പ് മാറ്റിയെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ചു പോകാനും ഒക്കത്തുള്ളൂ. ഈ ബ്ലഡിൻ്റെ ഇത് മാറ്റിയെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ചെത്താനും ഒക്കത്തുള്ളൂ. അപ്പം വല്ലച്ചായാലും എനിക്ക് ചപ്പാത്തി അമ്മ ആവശ്യം പോലെ എടുത്തു വെച്ചത് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഇറങ്ങുന്നില്ല. ഈ നെഞ്ചത്തെ വേദനയും ബ്ലഡ് ഒഴുക്കും അന്നേരമൊക്കെ ഒന്നും എന്താ പറയുക, ജീവിതം അവസാനിച്ചു പോയെന്ന് തോന്നലാണത്. അത് 2 ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഓടിപ്പോയതും അവരെ കണ്ടതും. അവരെ ഒരു മുട്ടയും 2 ചപ്പാത്തിയും കഴിച്ചു. അപ്പം ഈ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന വെളിയിൽ നിന്നാണ് കഴിക്കുന്നത്. കാരണം എൻ്റെ വണ്ടിയുടെ വെട്ടം വല്ലതും വരുന്ന കണ്ടാൽ എനിക്ക് ഓടി അവിടെ എത്തണം. ഈ വണ്ടി അവിടെ കയറുന്നുമ്പോൾ എനിക്ക് അവിടെ കയറണം, എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത അടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അപ്പം ഈ ചപ്പാത്തി കഴിച്ചു, ഞാൻ ഓടി. അപ്പോഴത്തേക്ക് വണ്ടിയുടെ സൗണ്ട് കേട്ടു. അപ്പോൾ എനിക്ക് തിരിച്ചെത്തണം അവിടെ. അപ്പോൾ ഞാൻ ചെരുപ്പ് ഊരി കൈ പിടിച്ചുകൊണ്ട് ഓടി. അപ്പോൾ അവിടെ എല്ലാം ഇത് ആൾ കയറായിക്ക് വേണ്ടി ഞെരിഞ്ഞേലി കൃഷിയുണ്ട് അവിടെ, ഈ മറ്റേ മുള്ളു പോലത്തെ സാധനം. ഈ ചെരുപ്പ് ഊരി പോകുന്നത് മൊത്തം ഒരെണ്ണം പോലുള്ള എൻ്റെ കാല് മൊത്തം കയറി. കാരണം എനിക്ക് നടന്നു പോകാൻ പറ്റത്തില്ല, ഓടിയേ പോകാൻ പറ്റൂ. ഓടി ചെന്നില്ലെങ്കിൽ എന്നെ അവിടെ കിടന്ന് വിളിക്കും. വിളിക്കുന്നതിന് മുമ്പ് തന്നെ ആളിനെ കണ്ടില്ലെങ്കിൽ അടുത്ത അടിയാണ്. ചൂരലുണ്ട്, ആ ചൂരലുണ്ടൊക്കെ എന്നെ തുടക്കടിച്ചിട്ട് പൊട്ടി. എത്ര ദിവസം ഞാനത് പൊറുക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് പാടുപെട്ടെന്നറിയോ. അപ്പോൾ ഈ പുള്ളിക്കാരനാണെങ്കിൽ ഈ വണ്ടി വരികയും ഞാൻ ഓടി എത്തുകയും ചെയ്യും. അപ്പം ഈ സൈഡിൽ കൂടെ റോഡിൻ്റെ സൈഡിൽ കൂടെ എനിക്ക് അടുത്ത ഓടി വന്ന വഴി കൂടെ പോകാൻ പറ്റില്ല. വന്ന വഴി കൂടെ പോയവൻ നേരെ വരുന്നത് എന്നെ കാണാത്തവരെ ഞാൻ എൻ്റെ റൂമിലാണ് വരുന്നത്, ഞാൻ കിടക്കുന്ന സ്ഥലത്തോട്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ച് റോഡിൽ കൂടെ പോയി. ഇവർ വന്ന വണ്ടി എനിക്കറിയാം, ഞാൻ എത്തുന്നതിന് മുമ്പ് വണ്ടി അങ്ങ് ഓടി കയറും. അപ്പോൾ എനിക്ക് ബാക്കിൽ കൂടെ പോകാനൊക്കെ 2 ഗേറ്റായിരുന്നു. അപ്പം ഞാൻ ബാക്കിൽ കൂടെ ഓടി ചെന്ന് കയറിയപ്പോഴത്തേക്ക് ഞാൻ തോർത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷർട്ട് അമര ഊരി അങ്ങ് മഴയിട്ട് തോരത്ത് എനിക്ക് ഇട്ടാന്ന്, കാരണം അറിയാതിരിക്കാൻ വേണ്ടി. ഷർട്ടിനകത്ത് മൊത്തം ബ്ലഡായിപ്പോയി. അങ്ങനെ അവിടുന്ന് വന്ന് കയറി കിതച്ചിട്ട് ചെരുപ്പൂരി കാലിട്ട് തിരിച്ച് നടന്ന് പതിയെ വന്നപ്പോഴത്തേക്ക് ഞാൻ കിതച്ചപ്പോൾ ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഒറ്റത്തിന് കയറ്റി വിട്ടിട്ട് ഗേറ്റ് പൂട്ടിയില്ലായിരുന്നു, അത് പൂട്ടാൻ അർബാബ് വരുന്നതിന് മുമ്പ് ഞാൻ പൂട്ടാൻ പോയതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗേറ്റ് പൂട്ടിയിട്ട് വന്ന് ഒറ്റ കിടത്ത് തന്നിട്ട് ഞാൻ അന്ന് കരഞ്ഞ് ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ആരാ ഉള്ളേ? കാരണം അന്നേരം എൻ്റെ ഉമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ, വാപ്പ, എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യമൊക്കെ കൊടുത്തിട്ട് ഞാൻ കരഞ്ഞിട്ട് എനിക്ക് ഉറങ്ങിയിട്ടില്ല. അന്നൊരു നൈറ്റ് ഫുൾ ഉറങ്ങിയിട്ടില്ല. കാരണം ഇവിടുന്ന് ഇവിടം വരെ കീറിയിരിക്കണം, ഏകദേശം ഇത്രത്തോളം നല്ല രീതിയിൽ മുറിവായിട്ട് കീറിയിരിക്കുമായിരുന്നു. അപ്പം അത് പിന്നെ പതിയെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ വെച്ചിട്ട് മെഡിസിനും ഒന്നുമില്ല. എനിക്കത് പറയാനൊക്കത്തില്ല, എൻ്റെ റബാബിൻ്റെ അടുത്ത് പറയാനൊക്കത്തില്ല. ഞാൻ ഇന്ന അടുത്ത് പോയതാണെന്ന് പറഞ്ഞാൽ അവന് അതിലുപരി എന്നെ അടിക്കുക ചെയ്യുന്നത്. മുറിവിൻ്റെ ആഴമൊന്നും നോക്കത്തില്ല, അവനെ അടിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ അവിടെ വല്ലച്ചായാലും ദിവസങ്ങൾ പിന്നെ തള്ളി നീക്കി വീണ്ടും ഇത് തന്നെ. എൻ്റെ അങ്ങനെ 8ാമത്തെ മാസമായി. 8ാമത്തെ മാസം വരെയും ഞാൻ ശമ്പളം പോലും ഇല്ല. ശമ്പളം ചോദിക്കുമ്പോൾ പറയും അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, നിന്റെ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയും. ഇതെന്നോട് പറയുന്നതല്ലാണ്ട് എനിക്ക് ശമ്പളം തന്നിട്ടില്ല. 3 മാസം കഴിഞ്ഞ് എൻ്റെ വിസ റിന്യൂ ചെയ്യാൻ എന്നെ കുവൈറ്റിൽ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ വീണ്ടും എന്നെ അവിടെ തന്നെ നിർത്തിയിട്ടാണ് ഇവന്മാർ ചെയ്യുന്നത്. കാരണം പിന്നെ ലാസ്റ്റ് ഇവിടെ നിൽക്കുന്നവരെല്ലാം എനിക്ക് മുമ്പ് വന്നവരെല്ലാം പലയിടത്തും നിന്നിട്ട് ചാടി അങ്ങ് പോവും ഇവൻ്റെ ഉപദ്രവം കൊണ്ടിട്ട്. അപ്പം ഞാൻ 8 മാസത്തോളം അവിടെ നിന്നു. ആ 8 മാസത്തിൽ അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ചു. ലാസ്റ്റ് ഇതേപോലെ എൻ്റെ സുഹൃത്തുക്കളും ഈ കാതുകാക്കാൻ സെറ്റ് ചെയ്തു. എന്നെ വിളിക്കാൻ വേണ്ടി മാത്രം ഒരു 800 കിലോമീറ്റർ താണ്ടിയിട്ട് ഒരു വണ്ടി അവിടെ വന്നു. ഇതേപോലെ വണ്ടി പിന്നെ ഈ 8 മാസത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോകാൻ ഇടയായത്. കാരണം എനിക്ക് പോകേണ്ട സാഹചര്യം ആയപ്പോഴത്തേക്ക് ഈ കാതുകാക്ക ഞാൻ അറിയാണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, ഈ കാതുകാക്ക ഞാൻ അറിയാണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്. കാരണം പുള്ളിക്കാരൻ്റെ പ്രശ്നമല്ല, പുള്ളിക്കാരൻ്റെ വിഷമമില്ല. എൻ്റെ അവസ്ഥയും എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ കരച്ചിലും എൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞാൻ തളർന്നു നിൽക്കുന്നതാണ്. പുള്ളിക്കാരന് ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് അറിയാതിലുള്ള
എൻ്റെ സഹപാഠിയും പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്തുമായ, അതായത് പേരിപ്പം പറയാം, പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ അതേപോലെ എന്നെ സഹകരിച്ചു. അപ്പോൾ അവർ പേര് മറക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. ഷിബിനു, ഓച്ചിറയുള്ള എൻ്റെ സുഹൃത്ത് ഷിബിനുവും പിന്നെ പ്രീമിയർ ഹോട്ടലിലെ നിസാമുക്കായും പിന്നെ ഇവരും പിന്നെ മലപ്പുറത്തുള്ള ഒരു പറ്റം ആൾക്കാരും പിന്നെ ഈ ഷിബിനുവിൻ്റെ അനിയനും ഷിഹാബ്, അതായത് ഷിബിനുവിൻ്റെ അനിയനാണ് ഷിഹാബ്, ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ, അതായത് അന്ന് അവർക്ക് തുച്ഛമായിട്ടുള്ള സാലറി ആയിരുന്നു. ആ സാലറി നിന്നിട്ട് പോലും അവരുടെ രണ്ടുപേരുടെ സാലറി 2 മാസത്തെ സാലറിയോളം എടുത്തിട്ടാണ് എന്നെ കൊല്ലത്തു നിന്ന് വന്ന ആൾ വിളിക്കാൻ വരാൻ വേണ്ടിയിട്ട് അവർക്ക് ചിലവായ പൈസ. ഷിബിനുവിൻ്റെ ബാപ്പായ ഖാദർ കാക്ക, ഷിബിനുവിൻ്റെ ഷിഹാബിൻ്റെ ബാപ്പാണ് ഈ ഖാദർ കാക്ക എന്ന് പറയുന്നത്. നമ്മൾ മറ്റേ ആ മസറയിൽ നിന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ആ ഖാദർ കാക്ക അല്ല, അത് മലപ്പുറത്ത്. ഇത് എന്നെ സഹായിച്ച, എന്നെ രക്ഷിച്ച ഷിബിനുവിൻ്റെയും ഷിഹാബിൻ്റെയും ബാപ്പ. ആ ഖാദർ കാക്കയുടെ കടയിലാണ് ഞാൻ ഏകദേശം കുറച്ചൊരു 2-3 മാസം നിന്നത്. നിൽക്കാൻ വേറെ നിവൃത്തിയില്ല വന്നപ്പം അവൻ്റെ ബാപ്പയുടെ കടയിലാണ് എന്നെ കുറച്ച് നാൾ നിർത്തി. അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ശേഷം പിന്നെ ബാക്കിയുള്ള ജോലിയിലോട്ട് പോയത്. പിന്നെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ഈ ഷിബിനുവിൻ്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് മലപ്പുറത്തുകാർ. അവരെയൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അരീക്ക, പിന്നെ ദാസേട്ടൻ, ഷറഫുദ്ദീൻ, പിന്നെ കുഞ്ഞിപ്പ, ഷിജു എന്ന് പറയുന്ന കുറേ ആൾക്കാർ, മലപ്പുറത്തുകാരായ കുറേ ആൾക്കാർ, ചങ്ങായിമാർ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യും. ഞാൻ വരാൻ നേരത്തും തിരിച്ച് അവിടെ നിൽക്കാൻ നേരത്തെല്ലാം ഫുൾ സപ്പോർട്ട്. അതായത് എനിക്ക് പേപ്പറും ഒന്നും വിസയും ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും അവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് അവരെന്നെ കരുതിയിരുന്നത്. കാരണം ചെക്കിങ് വന്നാൽ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയുകയും മറ്റു കാര്യങ്ങൾ ചെയ്ത്. അപ്പം അവരൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. എസ്പെഷ്യലി ഞാൻ താങ്ക്സ് ഒരുപാട് പേരുണ്ടെങ്കിലും എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരിൽ പെട്ടതാണ് മസറയിൽ നിന്ന് ഖാദർ കാക്കയും പിന്നെ ഈ ഷിബിനു, നിസാമുക്ക, പ്രീമിയർ ഹോട്ടൽ ഓച്ചിറ നിസാമുക്ക, പിന്നെ അതേപോലെ ഷിബിനുവിൻ്റെ അനിയൻ, ഈ ഷിബിനുവിൻ്റെ ബാപ്പ, ഇവരോടൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം സാധാരണ കൊണ്ടുവന്ന് ട്രെയിലറിനകത്താണ് കൊണ്ടുവന്നത്. ഈ സാധനങ്ങൾ വരുന്ന ട്രെയിലറിനകത്ത് ഉള്ളിലിരുത്തി ഞെരുക്കി കയറ്റിയാണ് കൊണ്ടുവന്നത്. ഇപ്പം ഇത് നാരിക എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ട്രെയിലർ വരത്തില്ല. വന്നാൽ തന്നെ 3-4 ചെക്ക് പോയിന്റ് കടന്നിട്ട് വേണം വരാൻ. ഹൈ റിസ്ക്കാണ് ഇത് വരണമെങ്കിൽ. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എനിക്ക് എന്നെ കൊണ്ടുപോയ ആളിന് പേര് എനിക്ക് ഓർമ്മയുണ്ട്. കൊല്ലത്തുള്ളൊരു സിയാദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെയാണ് സെറ്റ് ചെയ്തത്, മാമിലുള്ള. ആ പുള്ളിക്കാരനോട് വന്നു. അന്ന് ഈ ഖാദറാക്ക ഈ രാവിലെ എൻ്റെ അടുത്ത് ഏകദേശം വന്ന് കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇങ്ങനെ സംഭവമുണ്ട്, ചിലപ്പം പുള്ളിക്കാരൻ ഇന്ന് വരും, അങ്ങോട്ട് നിനക്ക് ഇവിടുന്ന് പോകാം, നീ വേറൊന്നും ചിന്തിക്കാണ്ട. കാരണം എനിക്ക് പോകാൻ മനസ്സ് തോന്നുന്നില്ല. കാരണം എൻ്റെ കുവൈറ്റ് വിസ അല്ലേ. എൻ്റെ മൈൻഡിൽ മൊത്തം അതാണ്. പുള്ളിക്കാരൻ പറഞ്ഞാൽ അത് നീ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, നിനക്ക് നിൻ്റെ ജീവിതം നിലനിർത്താനുള്ള മാർഗ്ഗമാണ് നീ നോക്കേണ്ടത്. നീ ഇവിടെ കിടന്നാലും മരിച്ചു പോത്തേ ഉള്ളൂ, നിൻ്റെ ഇപ്പം തന്നെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ഈ പുള്ളിക്കാരൻ പറഞ്ഞ്. അപ്പോൾ അത് ഞാൻ എൻ്റെ മൈൻഡിലാക്കി പുള്ളിക്കാരൻ പറഞ്ഞ. കാരണം ജീവിക്കണമല്ലോ. കാരണം നമുക്ക് ആ സിനിമയ്ക്കകത്ത് പറയുന്നതിലൂടെ നമുക്ക് ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നത് പലമാതിരി സിറ്റുവേഷനും വന്നിട്ട് പോലും നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യാൻ. കാരണം എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുടുംബം, എൻ്റെ ബാപ്പ, ഉമ്മ, സഹോദരങ്ങൾ, ഭാര്യ, എല്ലാവരും ഉണ്ട്. അപ്പം ജീവിതം ഉണ്ടെങ്കിൽ മാത്രമല്ല എനിക്ക് അവിടെ എത്താൻ ഒക്കൂ. അപ്പം എന്ത് റിസ്ക് എടുത്താലും നമ്മളത് ശ്രമിക്കുക എന്നുള്ളതാണ് അന്നേരം എനിക്ക് തോന്നിയത്. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ 2 പ്രാവശ്യവും ഫെയിലായി. കാരണം പോകേണ്ട സമയമായപ്പോഴത്തേക്ക് എൻ്റെ കഫീൽ വന്ന് എന്നെ വിളിച്ചു, തോട്ടത്തിൽ നിന്ന് തന്നെ പൊക്കിക്കൊണ്ട് പോയി. കാരണം എന്നറിയത്തില്ല. പക്ഷേ ഞാൻ തോട്ടത്തിൽ വന്ന് പാത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇവന് എന്തെങ്കിലും പോവോ ഇല്ലെന്നുള്ള പേടിയായിട്ട് 2 പ്രാവശ്യം വന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോയി അടിക്കുകയും ചെയ്തു. ആ റൂമിൽ കൊണ്ടുവിട്ടു. പിന്നെ ഇതേപോലെ ഒരു വെള്ളിയാഴ്ച വന്നപ്പോഴാണ് പുള്ളിക്കാരനെ ഞാൻ ആ പള്ളിയിൽ തന്നെ പോയി. ആ പള്ളിയിൽ തന്നെ എന്നെ വിളിക്കാൻ വന്ന് ആൾ സഫർ ഉണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ഖാദറാക്കായിട്ടായിരുന്നു പുള്ളിക്കാരൻ കോണ്ടാക്ട് ഉണ്ടായിരുന്നത്. പള്ളിയിൽ പോയിട്ട് വന്നു. വെയിലായിരുന്നതുകൊണ്ട് എൻ്റെ കഫീൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ രാവിലെയും ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ മൈൻഡിൽ മൊത്തം എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകുന്നതിനിടയ്ക്ക് പിടിച്ചാൽ എന്താണ് അവസ്ഥ. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഒന്നും ഇത് ചെയ്തിട്ടില്ല. എന്നും രാവിലെ ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ അറബാനയും മമ്മട്ടിയും കൈക്കോട്ടും എടുത്ത് തോട്ടത്തിൽ പോകുന്ന ജോലിയാണ് എൻ്റെ. അന്ന് രാവിലെ ഞാൻ ചെയ്തത്, ഞാൻ ചാക്കിനകത്ത് എൻ്റെ ഡ്രസ്സ് മൊത്തം ചാക്കിനകത്ത് കയറ്റി. കാരണം ബാഗായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ വന്ന് നോക്കും ബാഗ് കാണത്തില്ല. പിന്നെ തോട്ടത്തിൽ പോയി നോക്കി എൻ്റെ ബാഗ് കിടക്കുന്നതിൻ്റെ അടുത്ത പ്രശ്നമാണ്. അപ്പം എൻ്റെ ഇതിനകത്ത് ഞാൻ ഒട്ടകത്തിന് തീറ്റ എടുക്കുന്ന ചാക്കിനകത്ത് എൻ്റെ ബാഗെല്ലാം ഞാൻ കയറ്റിയിട്ട് ഞാൻ ഈ വേസ്റ്റ് കളയുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ നിൽക്കുന്ന തോട്ടത്തിൻ്റെ ഏറ്റവും എൻഡിലാണ്. അത് റോഡിനോട് അടുത്തിടക്കുന്ന സ്ഥലമാണ്. ഞാനത് അവിടെ പോയി അർബാനയ്ക്കകത്ത് കൊണ്ടിട്ട് ഞാൻ വലിച്ചെറിഞ്ഞു അവിടെ. കാരണം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ പോട്ടെന്ന് വെച്ചിട്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ട് വീണ്ടും ഞാൻ പള്ളിയിൽ പോയിട്ട് അതേപോലെ
ഈ പുള്ളിക്കാരൻ്റെ വണ്ടിക്കകത്ത് തന്നെ, അതായത് ഖാദറിൻ്റെ ഖാദർ എന്ന് പറയുന്ന ആളുടെ വ്യക്തി കഫീലിൻ്റെ വണ്ടിക്കകത്ത് തന്നെ തിരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഞാൻ എൻ്റെ റൂമിൽ വന്നു. ഭക്ഷണം കഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഞാൻ നിന്നില്ല. ഒട്ടകത്തിനെ അന്ന് നേരത്തെ കാരണം നമ്മൾ എന്തായാലും നമ്മൾ നന്ദിയോട് കാണിക്കരുതല്ലോ. ഒട്ടകത്തിന് തിരിച്ച് നമ്മൾ എല്ലാം കയറ്റി കൂട്ടിയിട്ടു. അവിടുന്ന് ഞാൻ ഈ പറഞ്ഞ തോട്ടത്തിൽ പോയി നിന്നപ്പോൾ കറക്റ്റ് എൻ്റെ കഫീലിനൊരു രീതിയുണ്ട്. അതായത് പുള്ളിക്കാരൻ വരുമ്പോൾ നമുക്ക് എവിടെ നിന്നും അറിയാം. FM റേഡിയോയുടെ സൗണ്ട് നല്ല രീതിയിൽ ഇട്ടിട്ടാണ് വരുന്നത്. ഞാൻ ഈ ബാഗ് കൊണ്ട് രാവിലെ കൊണ്ടിട്ടാണല്ലോ ഞാൻ ഈ പോകേണ്ട വഴിയുടെ സൈഡിൽ വന്ന് ഞാൻ ഒരു മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ പാത്ത് നിന്നപ്പോൾ തന്നെ കഫീൽ വന്നു. എൻ്റെ അർബാബ് വന്നു. പുള്ളിക്കാരൻ ആദ്യം എൻ്റെ റൂമിൽ നോക്കി, കണ്ടില്ല. പുള്ളിക്കാരൻ നേരെ പിന്നെ വരുന്നത് തോട്ടത്തിനകത്തോട്ടാണ്. ഞാൻ അപ്പോൾ വിചാരിച്ചു പുള്ളിക്കാരൻ അറിയാം റൂമിൽ കണ്ടില്ല, റൂം അടച്ചിട്ടേക്കുന്നു, ഒട്ടകം അവിടെ ഉണ്ട് എന്നൊക്കെ പുള്ളിക്കാരൻ അപ്പോൾ എന്തെങ്കിലും സംശയമായിട്ട് തോന്നി കഴിഞ്ഞാൽ എന്നെ തൂക്കും ഉറപ്പാണ്. അപ്പം ഞാനത് ഭയങ്കര ടെൻഷനാണ്. അതായത് ഇല്ല വണ്ടി വരാറായി, ഞാൻ ഇവിടെ നിൽക്കുവാണ്, എന്ത് സിറ്റുവേഷൻ. പുള്ളിക്കാരൻ അപ്പം കാതറാക്ക് എന്നെ പറഞ്ഞു, നീ എൻ്റെ കഫീലിൻ്റെ റൂമിലോട്ട് പൊക്കോ, ഞാൻ നിന്നെ വിളിക്കാൻ വന്നതിനായിട്ട് ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞു. ഈ കാതറാക്ക വരുന്നത് എന്നെ വിളിക്കാൻ വന്ന സിയാദിൻ്റെ കൂടാണ്. അപ്പോൾ എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ നീ എൻ്റെ അടുത്ത് നിന്നാൽ മതി, ഞാൻ വണ്ടിയിൽ തോർത്തോ തൊപ്പിയോ എങ്ങനെ പൊക്കി കാണിക്കാം, നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഫീൽ നേരെ വന്ന് റൂമിൽ നോക്കിയിട്ട് കണ്ടില്ല, വീണ്ടും വണ്ടി എടുത്തിട്ട് തോട്ടത്തിനകത്തോട്ട് വരുന്നത്. തോട്ടത്തിൽ വന്നിട്ട് അവിടെ എല്ലാം നോക്കി, ഷഫീഖ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ വിളി കേട്ടാൽ ഉറപ്പായിട്ട് പൊക്കും. ഞാൻ വിളി കേട്ടില്ല. വിളി കേൾക്കാതെ ഞാൻ വളരെ പാത്ത് വലിയൊരു മരം നിൽപ്പുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ പാത്ത് നിന്നു. എന്നെ വിളിച്ചിട്ട് കാണാത്തതുകൊണ്ട് ഇവൻ അവിടെ ഒരു വലിയ ടാങ്കുണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കണ്ടത്തിൽ വെള്ളം അടിക്കുന്നത്, ഈ ടാങ്കിനകത്ത് നിറച്ച് വെള്ളം, നല്ല തണുത്ത വെള്ളം. ഇത് ഇതിനകത്തോട്ട് വന്നിട്ട് എല്ലാം വന്ന് അതിനകത്ത് കയറി ഞാൻ കിടന്നിട്ടും എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഓരോ ടൈമാണ് നോക്കുന്നത്. അതായത് ഇവൻ ഇങ്ങനെ മുങ്ങുന്ന സമയത്ത് എനിക്ക് ഓടണം. ഈ ടൈം വളരെ കണക്ക് കൂട്ടിക്കെട്ട് ഞാൻ അവിടെ നിന്ന്. ഇവൻ 2 പ്രാവശ്യം മുങ്ങിയപ്പം ഇയാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പുള്ളിക്കാരൻ കിടന്ന് വിളിക്കുന്നുണ്ട്, കൈ പൊക്കി കാണിക്കുന്നുണ്ട്. ഈ സൗണ്ട് കേട്ടാലും പുള്ളിക്കാരൻ നോക്കത്തില്ല. അപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ വീണ്ടും മോട്ടർ ഇട്ട് വെള്ളം വീഴുന്ന സൗണ്ട് കൊണ്ട് ഈ പുറത്തുനിന്നുള്ള വിളി കേൾക്കുന്നില്ല. അങ്ങനെ എൻ്റെ ഭാഗ്യത്തിന് പുള്ളിക്കാരൻ 2 പ്രാവശ്യം അടുപ്പിച്ച് മുങ്ങിയപ്പോഴത്തേക്ക് പൊങ്ങി. ആ പൊങ്ങുന്ന ടൈമിൽ ഞാൻ ഓടി. പുള്ളിക്കാരൻ അടുത്ത് വന്നായിരുന്നു. അങ്ങനെ ഓടിയിട്ട് ഞാൻ ആ വേസ്റ്റിൽ പോയി ബാഗ് എടുത്തു എനിക്ക് ഓടാൻ വയ്യ. അപ്പോഴത്തേക്ക് ഞാൻ പോയി. എൻ്റെ തൊണ്ടയും ഉണങ്ങി, ഭക്ഷണം കഴിച്ചിട്ടില്ല. അന്ന് രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളവും കുടിച്ചിട്ടില്ല. പള്ളിയിൽ പോയിട്ട് നേരെ വന്നതാണ്. തൊണ്ടയും ഉണങ്ങിയിട്ട് ഓടി ബാഗ് എടുത്തിട്ട് ഓടാം. അപ്പം ഈ കാതലൊക്കെ പറയുന്നുണ്ട്, നീ ബാഗ് വിട്ടേക്ക് ശരിക്കുക, നീ പോന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അത് കേൾക്കാതെ ഞാൻ അതുകൊണ്ട് പോയി. കാരണം അതിനകത്തൊന്നുമില്ല. വീട്ടിൽ നിന്ന് വന്നാൽ ചമ്മന്തിപ്പൊടി, എന്നിട്ട് പൂത്തതാണെങ്കിൽ പോലും അതിനകത്ത് വെച്ചത്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് പറയാനോ ഓർമ്മയ്ക്ക് പറയാനോ എൻ്റെ മൈൻഡിൽ കൂടി കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ്, ആ ഡ്രസ്സൊക്കെ അതേപോലെ തന്നെ ഇരിക്കുക. എനിക്ക് ഇടാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ ചെന്നിട്ടാണ് പിന്നെ ദമാമിൽ പോയി. ഏകദേശം ഒരു 8 മാസത്തോളം ഞാൻ അവിടെ നിന്ന്. ആദ്യത്തെ ദിവസം ഈ പറയുന്നതിൻ്റെ കൂട്ടാൻ ഞാൻ അവിടെ ചെന്നിട്ട് കരഞ്ഞുപോയി. കാരണം എനിക്ക് വായു വെച്ച് കഴിക്കാൻ പറ്റണില്ല. കാരണം എൻ്റെ വായിൽ ഉപ്പിൻ്റെതും മധുരത്തിൻ്റെയോ അല്ലെങ്കിൽ എരിവിൻ്റെയോ ഒരംശം എൻ്റെ വായിൽ ഈ 8 മാസ കാലയളവിൽ എൻ്റെ വായിൽ ചെല്ലാത്തത് കൊണ്ട് 1-2 പ്രാവശ്യം അല്ലാണ്ട് ഞാൻ അന്നും ഈ റൂമിൽ ചെന്നിട്ട് ഈ അതിശയത്തോടാണ് ആ റൂമിലുള്ള ഈ സിയാദ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ റൂമിൽ എന്നെ കണ്ടത്. കാരണം അത്രയ്ക്ക് താടിയൊക്കെ വളർന്നിട്ട് മുഖം മൊത്തം നല്ല രീതിയിൽ കറുത്തു, മുടിയും താടിയും എല്ലാം മുഷിഞ്ഞ ഡ്രസ്സ്, അടുത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു സ്മെല്ല്, ആ രീതിയിൽ ഞാൻ നല്ല രീതിയിൽ ബോഡിയും ഫേസും എല്ലാം നല്ല രീതിയിൽ കറുത്തു. അത്രയും ഇതായിരുന്നു. അവർക്ക് കൂടുതൽ കഴിക്കുന്നവർക്ക് പോലെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ഞാനിരുന്ന് കഴിച്ചപ്പോൾ. കാരണം എൻ്റെ കഴിച്ച് കണ്ടപ്പോൾ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, വായിൽ നിന്ന് വെള്ളം വരുമല്ലോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ എത്തുമ്പോൾ. ആ ഒരു വെള്ളം ഇങ്ങനെ വന്നപ്പോൾ തന്നെ 2-3 നേരം അവിടെ എണ്ണിച്ചങ്ങ് പോയി. അപ്പം നമുക്ക് അതൊക്കെ കാണുമ്പോഴല്ലോ എന്താ പറയുക, നമുക്കത് ഇതുണ്ടല്ലോ എന്താ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ നമ്മൾ സദസ്സിൽ നിന്ന് നമ്മളെ അറച്ചിട്ട് ഒരാൾ എണ്ണിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതിന് എന്ത് തന്നെ ആയാലും ശരി, നമ്മൾ വെറുക്കുന്ന തുല്യമായിട്ടുള്ള ഇതെല്ലാം എനിക്ക് കിട്ടിയത് ആ മരുഭൂമിയിൽ നിന്നാണ്, ആ ജീവിതമാണ്. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മീൻസ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി കാതർക്ക ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിന്ന് ഈ ഒരു എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 10-12 കൊല്ലമായി. ഞാൻ 2009 തിരിച്ചു വന്നു. 2007 പോയിട്ട് 2009 ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വരാൻ നേരത്തും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് ഏകദേശം 3 മാസത്തോളം ഞാൻ ജയിലിൽ കിടന്നു. സൗദി അറേബ്യയിലെ ജയിലിൽ കിടന്നു. അവിടെയും ഞാൻ ഒരുപാട് അനുഭവിച്ചു. തർഹീലിൽ കിടന്നു. അവിടുന്ന് 3 മാസം കഴിഞ്ഞ് തർഹീലിൽ കൊണ്ട് 11 ദിവസം തർഹീലിൽ കിടക്കണമായിരുന്നു. തർഹീൽ സഫർ ജയിലിൽ വന്നിട്ടും അവിടെയും 11 ദിവസം ബാത്റൂമിൽ പോകാൻ പറ്റാതെയും മറ്റു ബുദ്ധിമുട്ടുമായിട്ടും കിടന്നു. ഫസ്റ്റ് ദിവസം ഈ അറസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ദിവസം ഒരു ലോക്കപ്പിലാണ് കൊണ്ടുവന്നത്.
ആ ലോക്കപ്പിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അതായത് ഞാനും എൻ്റെ സ്വദേശി, അതായത് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഫാദറും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പോലീസ് പിടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട്. സാധാരണ ഉമ്മറയ്ക്ക് പോകുന്ന രീതിയിൽ നമ്മൾ പിടി കൊടുത്തിട്ട് വരാമെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഷെറഫിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി പിടി കൊടുക്കാൻ പറഞ്ഞ് വന്ന അതിന് മുമ്പേ തന്നെ നമ്മൾ പിടിച്ചു. ഞങ്ങളെ 2-3 പേരുണ്ടായിരുന്നു, ഏകദേശം നമ്മുടെ സ്വദേശിയും എൻ്റെ സുഹൃത്തായ അദ്ദേഹത്തിൻ്റെ വാപ്പ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് വന്നത്. അങ്ങനെ പിടിച്ചു. ഞങ്ങളെ ഫസ്റ്റ് ദിവസം കൊണ്ട് ലോക്കപ്പിലാണ്. ആ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ 3 ദിവസം മുന്നെയാണ് ഞങ്ങൾ ആ ബസ്സിൽ നിന്ന്, ഒരു പ്രൈവറ്റ് ബസ്സായിരുന്നു, ആ ബസ്സിൽ നിന്ന് ഞങ്ങളെ പിടിച്ചിട്ട് കൊണ്ടുവന്നു. ആ 3 ദിവസം തൊട്ട് ഞങ്ങൾ ആ ലോക്കപ്പിൽ കൊണ്ടുവന്ന് അന്ന് വൈകിട്ട് വരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ എസ്പെഷ്യലി എൻ്റെ ടെൻഷൻ ഇവർക്കെന്ന് പറഞ്ഞാൽ സൗദി വിസ തന്നെയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വാപ്പായ്ക്ക് എന്നൊക്കെ സൗദി വിസ തന്നെ. എൻ്റെ മൈൻഡിൽ മൊത്തവും ഞാൻ നുഴഞ്ഞേറ്റക്കാരനാണ്. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കൂ, കാരണം എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നാണ്. പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് അന്ന് ഫിംഗർ പ്രിൻ്റ് ഉണ്ടായിരുന്നു. ഫിംഗർ പ്രിൻ്റ് വെച്ചാൽ ഞാൻ അവിടെ കുവൈറ്റിൽ കൊടുത്ത ഫിംഗർ പ്രിൻ്റ് ഒരു തെളിവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അകത്ത് പോകും. ചുരുക്കം പറഞ്ഞാൽ ഈ ഫസ്റ്റ് 4-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം വൈകിട്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഭക്ഷണം പോലും ഇല്ല. കാരണം ഒരു ലോക്കപ്പിൽ കൊണ്ടിട്ട് അതിനകത്ത് ആകെ കൂടി ഒരു ചെറിയൊരു കിളിവാതിൽ മാത്രമാണ്, എയർ ഹോളില്ല, ഒന്നുമില്ല, ഒരു ഫാനും ഇല്ല, ഒരു ലൈറ്റും മാത്രമുണ്ട്. ഞങ്ങൾ 3 പേരാണ് അതിനകത്ത് ആ ഒരു ലോക്കപ്പിൽ കിടന്നത്. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കിടന്ന ഒരാൾ കിടന്ന് ഉറങ്ങിയ തലകണ പോലും ഞാൻ പിടിച്ച് എൻ്റെ വയറ്റിൽ 2 തലകണ വെച്ചിട്ട് കമന്ന് കിടന്നിട്ട് പോലും എൻ്റെ വിശപ്പ് മാറുന്നില്ല. കാരണം 4 ദിവസമായില്ലേ, നമുക്ക് നോമ്പാണെങ്കിലും പറയാം, അതായത് നമ്മൾ ഇടയത്തെങ്കിലും കഴിക്കുമെന്ന് പറയാം. ഈ 4 ദിവസവും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നെപ്പോലെ തന്നെ മറ്റേ അദ്ദേഹവും. ലാസ്റ്റ് അവിടെ വെള്ളം പോലും ഇല്ല, കുടിവെള്ളം പോലും ഇല്ല, കുടിവെള്ളം തരത്തുമില്ല. ലാസ്റ്റ് ബാത്റൂമിൽ കയറി നോക്കും, ബാത്റൂം ഭയങ്കര ഡേർട്ടിയാണ്. നമുക്ക് അതിനകത്ത് കയറി അതിന് മുമ്പ് ഓരോരുത്തർ 1-2 ദിവസം പിടിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങ് പോകുന്നത്. എന്നിട്ട് ഈ 1-2 ദിവസം ഇവിടെ ഇട്ടിട്ടാണ് സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ. സെൻട്രൽ ജയിലാണ് പിന്നെ നമുക്ക് ശിക്ഷ വിധിച്ചിട്ടേക്കുന്നത് 3 മാസം കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ലോക്കപ്പിൽ ഓരോ ദിവസം ഓരോരുത്തർ കിടക്കുന്നതുകൊണ്ട് അവർ ഭയങ്കര വൃത്തിയാക്കിയിട്ട് പോകുന്നതാണ്. ആ ബാത്റൂമിൽ കയറി നമുക്ക് മൂത്രം പോലും ഒഴിക്കാൻ തോന്നത്തില്ല, അത്ര സിറ്റുവേഷനാണ് ആ ബാത്റൂം. ആ ബാത്റൂമിൽ നിന്ന് വെള്ളം ഞാൻ കുടിച്ചിട്ടാണ് എൻ്റെ വിശപ്പ്, ഞാൻ കരഞ്ഞിട്ട് കണ്ണീര് പോയിട്ടാണ് ഞാൻ അവിടുന്ന് വെള്ളം കോരി കുടിച്ചത്. അപ്പം ആ ഗതികേടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ നാട്ടിൽ തിരിച്ചെത്തുമ്പം ഞാൻ ഇപ്പം മീൻസ് അൽത്താഫിനായാലും അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്കായാലും കേവലം ഇതൊരു കഥ മാത്രമാണ്, മനസ്സിലായല്ലേ. എൻ്റെ ലൈഫിൽ ഞാൻ തരണം ചെയ്ത വഴികൾ, പ്രതിസന്ധികൾ. അപ്പോൾ ഇന്ന് ഞാൻ സേഫ് മോഡിലാണെങ്കിലും സമയം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം ഏകദേശം അനുഭവിച്ചു. ഇനി എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ കടന്നു. ലോക്കപ്പിൽ നിന്ന് പിന്നെ തിരിച്ച് 3 മാസം സെൻട്രൽ ജയിലിൽ വന്നു. സെൻട്രൽ ജയിലിൽ വലിയ കുഴപ്പമില്ല, 1.5 മാസം കിടന്നു. അവിടുന്ന് വീണ്ടും 3 മാസം ആയപ്പോൾ വീണ്ടും അവിടെ പ്രശ്നമായിട്ട് അവിടെ ഭക്ഷണമൊക്കെ കിട്ടുമായിരുന്നെങ്കിലും വീണ്ടും നാട്ടിൽ പോകാൻ വേണ്ടി 3 മാസം കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ഞങ്ങൾ ശിക്ഷ കഴിഞ്ഞു വെച്ചാൽ വിസ പാസ്പോർട്ട് ഇല്ലാതെ നിന്നതുകൊണ്ടുള്ള ശിക്ഷയായിരുന്നു 3 മാസം കിട്ടിയത്. ആ ശിക്ഷ കഴിഞ്ഞ് വീണ്ടും 11 ദിവസം തർഹീൽ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ നാട്ടിൽ വിടുന്നതിന് മുമ്പ് ഇന്ത്യൻ എംബസി കൗൺസിലേറ്റ് വന്നിട്ട് നമുക്ക് ഇത് ഈസി ടിക്കറ്റ് തരുന്ന ഒരു ഇതിനു വേണ്ടി കിടന്ന, അവിടെയും ഇത് തന്നെയായിരുന്നു ബുദ്ധിമുട്ട്. അങ്ങനെ അവിടുന്ന് ഏകദേശം 2009 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബോംബെയിൽ കയറ്റിവിട്ടു. അവിടുന്ന് ഞങ്ങൾ ജയിലിൽ കിടക്കുമ്പോൾ ചെയ്യുന്ന ചെറിയ ജോലികൾക്കൊക്കെ ചെറിയൊരു ശമ്പളം ഉണ്ടായിരുന്നു. ജോലി എന്ന് പറഞ്ഞാൽ ചെറുത് എന്തെങ്കിലും അവിടെ കിടക്കുന്ന സൗദിയിലൊക്കെ സഹായിക്കുന്നതിൻ്റെ, പിന്നെ അവിടുത്തെ സദക്കയുടെയൊക്കെ പൈസ ഇച്ചിരി എമൗണ്ട് ഉണ്ടായിരുന്നു, അത് കയ്യിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് അവിടുന്ന് വന്നപ്പോൾ കുറച്ച് ഡ്രസ്സ്, അതൊക്കെ എല്ലാം യമൻ വഴിയാണ്, നമ്മൾ ഫ്രീ ടിക്കറ്റാണ് അവർ തന്നുവിടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യയിലോട്ട് എവിടം വരെ ഉണ്ടോ ഫ്ലൈറ്റ്, അവിടെയാണ് അവർ കൊണ്ടുവിടുന്നത്. അങ്ങനെ മുംബൈ വരെ കൊണ്ടുവിട്ട് ഈ 3 മാസവും കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു പരുവമായി. അങ്ങനെ മുംബൈ വന്നു. ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു പേ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അവിടെ പോയി കുളിച്ചു. ഈ 3 മാസവും 16 ദിവസം കുളിച്ചിട്ടില്ലായിരുന്നു. അവിടുന്ന് കൊണ്ടുവന്ന വഴിയും നമ്മൾ തർഹീൽ കിടന്ന 16 ദിവസം കുളിച്ചിട്ടില്ലായിരുന്നു. അവിടെ വന്നാണ് ലാസ്റ്റ് കുളിച്ച് പോയി മുടിയും താടിയും വെട്ടി തിരിച്ച് നാട്ടിൽ വന്നത്. ഈ നാട്ടിൽ വന്ന മുംബൈ വെച്ച് കഴിച്ചപ്പോൾ തന്നെയും നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. ജയിലിൽ കിടപ്പുകളും ഭക്ഷണം കിട്ടാത്തതിൻ്റെതും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടും വീണ്ടും എനിക്ക് കഴിക്കാൻ പറ്റില്ല. മേടിച്ച് വെച്ച് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മേടിച്ച് വെച്ചിട്ട് പോലും ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു. പിന്നെ 2009 ഏകദേശം മാസം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, തിരിച്ച് എൻ്റെ നാട്ടിൽ വന്നു. ഇതെല്ലാം എൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച റിയൽ സ്റ്റോറിയാണ്. അപ്പം ഇത് അൽത്താഫ് വ്ലോഗ് ചെയ്യുന്നതിന് മുമ്പേ ഞാനും അൽത്താഫ് ഡിസ്കസ് ചെയ്തതാണ്.
അപ്പോൾ ഈ കാര്യം എൻ്റെ അവസ്ഥ, അതായത് ഗൾഫിൽ പോയി കുറച്ച് നാൾ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന ട്യൂട്ടോറിയൽ അടുത്തായിരുന്നു അൽത്താഫ്. അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞായിരുന്നു. ആ സമയത്ത് തൊട്ട് അൽത്താഫിനെ എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ പള്ളിയിൽ വെച്ച് കണ്ടിട്ടപ്പോഴാണ് ഇങ്ങനെയായിരുന്നു, എവിടെ പോയിരുന്നു, ഗൾഫിലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഡീറ്റെയിൽ പറഞ്ഞത്. അവൻ അന്ന് തൊട്ടേ കഥ കേൾക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ പള്ളി കഴിഞ്ഞിട്ട് എന്നെ വിടാതെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ആദ്യം കഥകളൊക്കെ പറഞ്ഞ് അവൻ കേൾക്കും. അപ്പോൾ അന്നേരവും ഇവൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒരു സ്റ്റോറി ആവേണ്ട കഥയാണല്ലോ ലൈഫിൽ അനുഭവിച്ചത്, ഇനി ഇക്കൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ല എന്ന് പറയുകയും ചെയ്തെന്നാണ്. ഇനി എന്താണെന്നുള്ള കാര്യം സാക്ഷാൽ ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ഇനി എൻ്റെ മുമ്പോട്ടുള്ള ജീവിതം എന്താണെന്നും ദൈവത്തിന് മാത്രമേ അറിയൂ. എന്തായാലും ഞാൻ അനുഭവിച്ച കഥകൾ നിങ്ങളായിട്ടും അൽത്താഫായിട്ടും ഷെയർ ചെയ്യാൻ പറ്റി. മീൻസ് അൽത്താഫ് വ്ലോഗിലൂടെ എനിക്കത് പുറത്തുനിന്ന് അറിയിക്കാൻ പറ്റിയ അധികം സന്തോഷമുണ്ട്. നമുക്ക് ആർക്ക് പറഞ്ഞാലും കേൾക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ ആഴത്തിൽ ഒരുപക്ഷെ അറിയാൻ പറ്റുന്ന ചില ആളുകളുണ്ടായിരിക്കാം. ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും ആർക്കും ഇത് മനസ്സിലാവത്തില്ല. അപ്പൊ എനിക്ക് പറയാൻ പറ്റിയ കാര്യമുണ്ട്. നമ്മുടെ പലരുടെയും മാതാക്കളും പിതാക്കളൊക്കെ അച്ഛന്മാർ കൂടുതലും ഗൾഫ് രാജ്യങ്ങളൊക്കെ കാണും. ഈ ഒരു സമാന അനുഭവം അല്ലെങ്കിൽ പോലും ഇതിനോട് കിടപടിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും എന്റെ വാപ്പാൻ ഗൾഫിൽ തന്നെ ആയിരുന്നു. അപ്പം നമുക്കത് നല്ല റിലേറ്റ് ചെയ്യാം. ഒരുപാട് പേര് ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ആടുജീവിതം പറഞ്ഞ നജീബിക്കയുടെ കഥ പുറത്തു വന്നു. മീൻസ് ഇപ്പം ഞാൻ ഇത് അൽത്താഫ് വ്ലോഗിലൂടെ അൽത്താഫായിട്ട് ഷെയർ ചെയ്തപ്പം ഇതും നമുക്ക് പുറത്ത് ഇതേപോലെ പറയാൻ പറ്റാത്ത ഈ പറഞ്ഞ ഖാദർ കാക്ക അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന പയ്യൻ, അതൊക്കെ അവരൊക്കെ അനുഭവിച്ചത് ഒരുപാടൊക്കെ അനുഭവിച്ചു. അത് വർഷങ്ങളുണ്ട്. ഞാൻ നാട്ടിൽ പോകണമെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് എന്താ ചെയ്യുന്നറിയോ? നാട്ടിൽ പോകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടിയിൽ കയറിക്കൊണ്ട് പോയിട്ട് മസറയിൽ ഉള്ളിൽ പോയിട്ട് വണ്ടിയും താഴെ ഇറക്കിയിട്ട് ഒരു ചവിട്ടി താഴെ ഇട്ടിട്ട് പെടലിൽ കാല് വെച്ചിട്ട് ചോദിക്കും, നിനക്ക് നാട്ടിൽ പോകണം, നിന്റെ ജീവിതം വേണമെന്ന്. നമ്മളെന്താ പറയുക? നാട്ടിൽ പോകണ്ട, നമുക്ക് ജീവിക്കണം. ആ ഒരു സിറ്റുവേഷനിലാണ് അവിടുത്തെ രീതി. അങ്ങനെയാണ് അവർ പഠിച്ചേക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോഴത്തെ തലമുറ പലപ്പോഴും കാണുന്ന കാര്യമുണ്ട്. പലപ്പോഴും ഇപ്പൊ അച്ഛന്മാർ ഗൾഫിലുള്ളവരൊക്കെ നാട്ടില് ഒന്നിനും കുറവില്ല. ആഹാരത്തിന് ആഹാരം, മന്തി വേണോ, ചിക്കൻ വേണോ, ഷവായി വേണോ, ഫോൺ വേണോ, അച്ഛനെ വിളിച്ചിട്ട് പറയും, അപ്പൊ കൊണ്ട് കൊടുക്കുക. പക്ഷെ അച്ഛന്മാരൊക്കെ അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ പല മക്കളും അറിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയുള്ള മക്കളിലേക്ക് ഇത് എത്തണം എന്നുള്ളൊരു വലിയൊരു ദൃഢനിശ്ചയം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളൊന്നും ഏതൊരു അച്ഛനായാലും അമ്മയായാലും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് മക്കളെ വളർത്തുന്നത്. അപ്പൊ ആ മക്കൾ ഇതറിയണം. വേറെ കാര്യം ഇതിൽ കൂടെ പറയണം. അതായത് അദ്ദേഹം അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. ഇന്ന് ഒച്ചറയിലെ തന്നെ, ഒന്നുമില്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന, ഒരുപാട് ആഹാരമില്ലാതെ ഒട്ടകത്തിന്റെ കുബൂസ് വെള്ളത്തിൽ മുക്കി കഴിച്ചിരുന്ന ആള് ഇന്ന് എനിക്ക് തോന്നുന്നു 2 ജില്ലയിലായിട്ട് ഒരു സ്ഥാപനം നടത്തുന്ന, അറിയപ്പെടുന്ന ഒരു ബിരിയാണി കട നടത്തുന്ന, അറിയപ്പെടുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ഒരുപാട് ആളുകൾക്ക്, എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. ഇതിന് തീർച്ചയായിട്ടും നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിനെ പറ്റിയോടൊന്ന് പറയണം, ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, എന്റെ അന്ന് പറഞ്ഞതല്ലേ കല്യാണം കഴിഞ്ഞിട്ട് പോയെന്ന്. ഇപ്പോൾ കല്യാണം കഴിച്ച് നാട്ടിൽ വന്ന ശേഷം ഇന്ന് എനിക്ക് 3 മക്കളുണ്ട്. ഫാമിലി എനിക്ക് 3 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ ഇരട്ട കുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്. മൂത്ത മോൾ 9, രണ്ടാമത്തെ കുട്ടികൾ 4th സ്റ്റാൻഡേർഡിലാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത്, നാട്ടിൽ വന്നതിന് ശേഷം പരമാവധി കാര്യങ്ങൾ ചെയ്തിരുന്നു. അതൊന്നും എല്ലാം ഫെയിലായിപ്പോയി. പിന്നെ ലാസ്റ്റ് എൻ്റെ ഉമ്മയുടെ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു. അദ്ദേഹം പാചകക്കാരനായിരുന്നു. അപ്പം പുള്ളിക്കാരനെ കൊണ്ട് ഞാനിങ്ങനെ പാചകം ചെയ്യുക എൻ്റെ കൂട്ടുകാരുടെ വർക്കിന് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ചെയ്ത് ഞാനൊരു ചെറിയ ടേണിംഗ് പോയിന്റിൽ മാറിയിട്ട് മാറി ചിന്തിച്ചു കാറ്ററിംഗ് എന്നുള്ള സെഗ്മെൻറ്റിൽ. അപ്പം അൽഹംദുലില്ലാഹ് ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നു. ഇന്ന് ഏകദേശം ഒരു 13 വർഷമായി ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് രീതിയിലോട്ട് മാറിയിട്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം 4 പേര് ചേർന്നിട്ട് ഒരു നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർട്ട്ണർഷിപ്പിൽ ഹോട്ടൽ നടക്കുന്നുണ്ട്. പിന്നെ അത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്, എൻ്റെ സഹോദര തുല്യമായിട്ടുള്ള എന്നെ കൂടാണ്ട് ഒരു 3 സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഞങ്ങൾ ഹോട്ടൽ നടത്തുന്നത്. പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അതൊരു 13 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പം അൽത്താഫ് പറഞ്ഞിട്ട് വിട്ട് അന്ന് ഞാൻ ഉണങ്ങിയ കുബൂസ് ഒടിച്ചാൽ വിറക് പോലെ ഒടിയുന്ന കുബൂസ് ഞാൻ വെള്ളത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാർക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു വളരെ സന്തോഷത്തോടു കൂടി, വളരെ സന്തോഷം വെച്ചാൽ എനിക്ക്, അതായത് ഞാൻ ഏറ്റെടുത്ത ജോലി എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത ജോലിയിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. അതിലെനിക്ക് അതീവമായ സന്തോഷമുണ്ട്. കാരണം അത് പഠിച്ചിട്ടാണെങ്കിലും ഞാൻ തന്നെയാണ് ഇപ്പോൾ ഫുഡ് ചെയ്ത് എല്ലാവർക്കും എൻ്റെ കൈ കൊണ്ട് തന്നെ വിളമ്പി കൊടുക്കുന്നുണ്ട്. കൈക്കിൻ റെസ്റ്റോ കഫേ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അത് മാവേലിക്കരയാണ്. കൈക്കിൻ ദം ബിരിയാണി എന്നാണ് ഹരിപ്പടത്തെ ഷോപ്പിൻ്റെ പേര്. കിൻസ ഇവന്റ് ആൻഡ് കാറ്ററിങ്സ് ആണ് എൻ്റെ കാറ്ററിങ്ങിൻ്റെ പേര്. സിൻസ് 2009 ഇട്ടേക്കുന്നത്. കാരണം എൻ്റെ വാപ്പ ഒരു പാചകക്കാരനായതുകൊണ്ട് ഞാൻ പുള്ളിക്കാരൻ്റെ ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഞാൻ 2009 തിരിച്ചെത്തിയത്. പിന്നെ സിൻസ് കൊടുത്തത് വാപ്പ അന്നും പാചകത്തിന് പോകുമായിരുന്നത് കൊണ്ട് ഞാൻ അതങ്ങനെ സിൻസ് ചെയ്തിട്ടതാണ്.
തീർച്ചയായിട്ടും ഒരു ഇറക്കത്തിന്റെ കയറ്റം ഉണ്ടെന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ ഇനി എന്നും വെച്ചടി കയറ്റം ആവട്ടെ. തീർച്ചയായിട്ടും ആ അനുഭവിച്ച ആ കാലഘട്ടത്തിൽ കുറച്ച് പിന്നെ എൻ്റെ ഒരു ഫാസ്റ്റ്, അതായത് മീൻസ് എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ഷോപ്പിലെ വരുന്നവർക്കായാലും എൻ്റെ ക്ലയൻസിനായാലും എൻ്റെ ഒരു പാസ്റ്റ് അറിയത്തില്ല. അൽത്താഫ് വ്ലോഗിലൂടെ ഒരു പാസ്റ്റ് എനിക്ക് അവരെ അറിയിക്കാൻ പറ്റുന്നതിലും ഞാൻ അൽത്താഫിനോടും പിന്നെ എന്താ പറയുക പ്രത്യേകിച്ചും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഇനി വരുന്ന തലമുറയ്ക്ക് ഇൻസ്പിറേഷൻ പറഞ്ഞു. കാരണം ഒരുപാട് ബുദ്ധിമുട്ടി നമുക്ക്, ഞാൻ പറഞ്ഞു ഇന്ന് ആഹാരത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഇവിടെ നോമ്പ് തുറക്കൊക്കെ പള്ളിയിലായപ്പോഴും ആവശ്യത്തിന് ആഹാരം ഒരുപാട് പേര് ദാനം കൊടുക്കാൻ നിൽക്കുകയാണ്. ആഹാരം ഒരുപാടുണ്ട്. നമുക്ക് ഇവിടെ റോഡിലായി കഴിഞ്ഞാലും എല്ലാ ആഹാരത്തിനും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിന്റെ വില അറിഞ്ഞിട്ടുള്ളവർ, ആ വിശപ്പിന്റെ വില അറിഞ്ഞിട്ടുള്ള പലരും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഒന്നും പാഴാക്കാതിരിക്കുക, ആഹാരം പാഴാക്കാതിരിക്കുക, പറ്റുന്ന രീതിയിൽ സഹായിക്കുക. നമുക്ക് ഒരാളെ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ആഹാരം മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്. അപ്പൊ ഇതിന് അപ്പുറത്തേക്ക് നമുക്ക് അധികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പറയണമെങ്കിൽ നീ ഉണ്ട്. അതെ, അത് എക്സൈറ്റഡ് ചെയ്ത് പറയേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇമോഷണൽ ആയി പോകും. കാരണം ഈ ഒരു വീഡിയോയുടെ മുമ്പിൽ ഇമോഷണൽ സിറ്റുവേഷൻ വന്ന ഒരാൾ ബോൾഡ് ആയിട്ട് നിന്ന് തന്നെ സംസാരിക്കണം. ഒരുപാട് പേര് ഇതുപോലത്തെ സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുള്ളവർ ഇന്നും അനുഭവിക്കുന്ന പല ആളുകളും പുറത്തുണ്ടായിരിക്കും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെയൊക്കെ തിരിച്ച് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവരാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും തയ്യാറാവണം. പല മക്കളും വിചാരിക്കണം ഇന്ന് അച്ഛനമ്മമാര് ഒരുപക്ഷെ അവർ ഇന്ന് ആ അവസ്ഥയിലാണോ അവിടെയെന്ന് അവർ അറിയിക്കത്തില്ല. അവരുടെ ബുദ്ധിമുട്ട് അതൊക്കെ അറിയിക്കത്തില്ല. ഒരവസ്ഥയും, അതായത് നമ്മൾ വളർന്ന സാഹചര്യം അല്ല ഇന്നുള്ളത്. നമ്മുടെ മക്കളെ അതൊന്നും അറിയിക്കാത്ത രീതിയിൽ വളരെ സെറ്റിലായിട്ടാണ് നമ്മുടെ മക്കളെ വളർത്താൻ ശ്രമിക്കുന്നത്. ലഹരിയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെയൊക്കെ പോകുന്ന പല ആളുകളും ചിന്തിക്കണം, നമ്മുടെയൊക്കെ പല ഉറ്റവരും ഈ ബുദ്ധിമുട്ടിൽ അവിടെ അനുഭവിക്കുകയാണോ എന്നുള്ളതൊക്കെ ഒന്ന് ഓർക്കണം. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യുന്നു. വളരെ വളരെ ഇത് എനിക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ വാപ്പ ഇതുപോലെ ഗൾഫിലായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ പോലും ഗൾഫിന്റേതായ തുടക്കകാലത്തിൽ ബുദ്ധിമുട്ടുകൾ പലതും അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നെ ഒരു ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല എന്റെ വാപ്പിച്ച. അതുകൊണ്ട് തന്നെ എനിക്കത് അവരനുഭവിച്ചൊന്നും നമ്മൾ അനുഭവിക്കരുതെന്ന് കരുതുന്ന ആ ഒരു കരുതലും സ്നേഹവും നമ്മളും തിരിച്ച് മക്കളെന്ന രീതിയിൽ കാണിക്കുക എന്നൊരു മകനെന്ന രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും വെച്ചടി കയറ്റമാട്ടെ, ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.